നമസ്കാരം ഗൈസ്. കൊളാപ്സിംഗ് സ്റ്റോറിയുടെ വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന കമ്പനി എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ കമ്പനി എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു? സ്റ്റോക്ക് അത് പെന്നി സ്റ്റോക്ക് അല്ലേ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് വരെ കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് വയ്ക്കുന്നത് കേട്ടു. പുതിയ ആളാണെന്ന് തോന്നുന്നു, ഒരാൾ കമന്റ് വയ്ക്കുന്നത് കേട്ടു. അവരെ തെറ്റ് പറയല്ല, ചോദിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ ഈ കമ്പനി എങ്ങനെ വന്നു ചേർന്നു? അങ്ങനെ വന്നു ചേരാനുള്ള കാരണം എന്താണ്? അത്തരം കാര്യങ്ങൾ വളരെ രസാവഹമാണ്. കാരണം മാർക്കറ്റിൽ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പെന്നി സ്റ്റോക്കുകളെ കുറിച്ച് പറയാറുണ്ട്, അത് മൾട്ടി ബാഗുകളെ കുറിച്ച് അതൊരാൾ നമ്മൾ കിട്ടി. ഇപ്പോ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ നമുക്ക് കിട്ടും, അല്ലെ 10,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കോടി നമുക്ക് കിട്ടുമായിരുന്നു. ഇത്തരം കഥകളെല്ലാം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും പറയാറുണ്ട്, അതിന് ധാരാളം വ്യൂവേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പം ഈ കൊളാപ്സിംഗ് സ്റ്റോറിയെ കുറിച്ചും കുറച്ച് അറിയണമല്ലോ. മാർക്കറ്റിൽ വലിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം, നമ്മുടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഷെയർ ഇന്ന് കിടക്കുന്ന അവസ്ഥ എന്താണ് അതുകൂടി അറിയണം. അപ്പൊ ഈ മാർക്കറ്റിന്റെ 2 വശമുണ്ട്, ഡാർക്ക് സൈഡ് എന്താണെന്ന് കൂടി പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ കൊളാപ്സിംഗ് സ്റ്റോറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൊളാപ്സിംഗ് സ്റ്റോറിൽ ഇന്ന് ഉള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഏറ്റവും നല്ല ഉദാഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ എങ്ങനെ വന്നു പെട്ടു എന്ന് നമുക്ക് സംശയം തോന്നാം. അത്തരത്തിലൊരു കമ്പനിയാണ് BHEL. BHELനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. BHEL എന്ന ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ്. ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ് എന്ന BHEL ഒരു പൊതുമേഖലാ കമ്പനിയാണ്. നമ്മൾ പ്രൈവറ്റ് കമ്പനികളെ കുറിച്ച് പറയാറുള്ളത് വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇന്ന് കമ്പനിയെ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വലിയ രീതിയിൽ ഉണ്ടാക്കി വെച്ച് കമ്പനി ലിസ്റ്റ് ചെയ്ത് ആ പണം ആൾക്കാർ തലയിൽ കെട്ടിവെച്ച് പ്രൊമോട്ടേഴ്സ് മുങ്ങിയ ധാരാളം സംഭവങ്ങൾ ഇന്ത്യൻ മാർക്കറ്റില്ല ധാരാളം വിദേശ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ബുക്ക് ബിൽഡിംഗ് കാര്യം പ്രോസസ്സൊക്കെ ഉണ്ട്. എത്രത്തോളം കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഒരുപാട് തിരിമറി കാണിച്ച കമ്പനികളുണ്ട്. ഒരുപാട് രീതിയിൽ ബുക്ക് ബിൽഡിംഗ് കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ആളുകൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ച് അവരുടെ പണം സ്വീകരിച്ച ശേഷം അവര് പ്രൊമോട്ടേഴ്സ് 80% അവരുടെ ഹോൾഡിംഗായിട്ട് വരും. അത് 20% ആൾക്കാർക്ക് കൊടുത്ത് ഓളം ഉണ്ടാക്കി, വാർത്ത ഉണ്ടാക്കി, ന്യൂസ് ഉണ്ടാക്കി, ആ ഷെയറിനെ കയറ്റിക്കൊണ്ടുപോയി കുറേശ്ശെ ഓളം വെച്ച് കയറ്റിക്കൊണ്ടുപോയി അവസാനം ഈ ഷെയർ കയറി ടോപ്പിലെത്തി. പിന്നെ നിന്ന് പൊട്ടി തീർന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ആയി വരാൻ ഏറ്റവും മിനിമം 3 വീക്സെങ്കിലും പിടിക്കും. മിക്കവാറും 6 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഒക്കെ മാറിയേ നമ്മൾ സാധാരണക്കാരൻ മനസ്സിലാക്കുള്ളൂ, കോമൺമാൻ മനസ്സിലാക്കി വരുള്ളൂ. ആ മനസ്സിലാക്കിയ സമയം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ 80% പ്രൊമോട്ടർ ഷെയർ എന്ന് പറയുന്നത് മിനിമം 10%, 15% അവന്റെ കയ്യിലുണ്ടാവും. ബാക്കി എല്ലാം പബ്ലിക്കിന്റെ കയ്യിൽ പോയിട്ടുണ്ടാവും. എത്രയോ ഷെയറുകൾ ഉദാഹരണങ്ങളോടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അത്തരത്തിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ച കമ്പനികളുണ്ട്. പ്രൈവറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഷെയർ ഓപ്പറേറ്റിംഗ് നടത്തി റേറ്റ് കയറിയ കമ്പനികളുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭാഗമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ കുംഭകോണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഒരു വലിയ ആനയായിരുന്ന പൊതുമേഖലാ സ്ഥാപനം ഇല്ലാണ്ടായി, നശിച്ച് വന്ന് ഇല്ലാണ്ടായി ഈ സാധനം ആൾക്കാരുടെ തലയിൽ പെട്ടു എന്നുള്ള ഒരു റിയൽ സ്റ്റോറി ആണ്. മിസ്മാനേജ്മെന്റിന്റെ ഒരു റിയൽ സ്റ്റോറിയാണ് BHEL എന്ന് പറയുന്നത്. പക്കാ മിസ്മാനേജ്മെന്റ്. പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. പൊതുമേഖലാ സ്ഥാപനം എല്ലാം ഇല്ലാതായാണ് പതിവ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം, നമുക്കറിയാവുന്നവരെ സംബന്ധിച്ചോളം പൊതുമേഖലാ സ്ഥാപനം എല്ലാം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വലിയ അത്ഭുതമല്ല പൊതുമേഖലാ സ്ഥാപനം ഇല്ലാണ്ടായി എന്ന് പറയുന്നത്. പക്ഷെ നല്ല രീതിയിൽ ബിസിനസ് നടന്നിരുന്ന, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ ഉപകരണ നിർമ്മാതാക്കളായ കമ്പനി, ഊർജ്ജ ഉപകരണ നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എനർജി സെക്ടറിൽ ഓരോ ദിവസവും സ്റ്റെപ്പ് അധികമായിട്ട് വളർന്നിട്ടേ ഉള്ളൂ. ഇന്ന് വരെ നമ്മൾ താഴെ പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ കമ്പനിയാണ് നമ്മുടെ എല്ലാ ഓർഡറുകൾ എടുത്തിരുന്ന കമ്പനിക്ക് വഹിക്കാവുന്നതിൽ കൂടുതൽ ഓർഡറുകൾ ലഭിച്ചിരുന്ന കമ്പനി. ആ ഓർഡറുകൾ അവസാനം കൊടുക്കാൻ പറ്റാതെ തന്നെ അതിന്റെ ഓർഡറുകൾ ക്യാൻസൽ ആയി പോയി തന്നെയാണ് ഈ കമ്പനി നാശത്തേക്ക് പോയിരിക്കുന്നത്. അതായത് ഓർഡറുകൾ ആവശ്യത്തിൽ കൂടുതൽ കിട്ടി, അവസാനം അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റപ്പെടുന്നു. ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റപ്പെടാതെ പോയിട്ട് അതിന്റെ കമ്പനി കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെ ഒരു പൊതുമേഖലാ സ്ഥാപനം നിലയിൽ കൃത്യമായിട്ട് അതിനൊരു മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാതെ പോയി, അതിന് ഓർഡറുകൾ ഫില്ല് ചെയ്യാൻ പറ്റാതെ പോയി. അപ്പൊ അവിടെ പുതിയ ചെറിയ പ്രൈവറ്റ് കമ്പനികൾ ഉയർന്നു വന്നു. അവരാ റിട്ടേൺ എടുത്തുകൊണ്ട് പോയി, അവരാ ഓർഡറുകൾ വലിച്ചുകൊണ്ട് പോയി, അവരതിൽ വികസിച്ചു. റിലയൻസ് ഒക്കെ പല സീമെൻസ് പല കമ്പനികളും ഇത്തരത്തിൽ വിജയിച്ച് കയറിയിട്ടുണ്ട്.
എല്ലാത്തിനും മൂലക്കല്ലായി നിന്ന ഒരു കമ്പനിയാണ് ഈ BHEL എന്ന് പറയുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഓർഡറുകൾ കൂടുതലും കിട്ടാൻ പോകുന്ന 80% കൂടുതൽ ഓർഡറുകൾ കിട്ടാൻ പോകുന്ന ഈ കമ്പനിക്കാണ്. ഈ കമ്പനിക്ക് ഈ കിട്ടുന്ന ഓർഡറുകൾ ഇത് ചെയ്തു കൊടുക്കത്തില്ല. പൊതുമേഖലാ സ്ഥാപനം നമുക്കറിയാം, തൊഴിലാളികളുടെ മോശം, തൊഴിലാളികൾ പണിയെടുക്കത്തില്ല, അതുപോലെ ഇത് മാനേജ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ കുറെ രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും അവരത് പോകുന്ന വഴി പോയില്ലെങ്കിൽ പോയി അവർക്ക് സാലറി കിട്ടണം, അത് ഇത്ര നാൾ ഇരുന്നു, അവർക്ക് പ്രൊമോഷൻ കിട്ടണം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. ആ രീതിയിൽ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ കമ്പനി, നഷ്ടത്തിൽ പോയ കമ്പനിയാണ് BHEL എന്ന് പറയുന്നത്. 2003 മുതൽ 2008 കാലഘട്ടം വരെ ഈ BHEL ഒരു സൂപ്പർ താരപദവി ചെയ്യുന്ന ഷെയറാണ്. വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിച്ചുകൊണ്ടിരുന്ന, വലിയ രീതിയിൽ ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരുന്ന, വലിയ രീതിയിൽ ഓർഡർ ഫുൾഫിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന, നിരന്തരമായ ഓർഡർ അടുത്ത 3, 4, 5 വർഷം ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓർഡറുകൾ ലഭിച്ച് കിട്ടിക്കൊണ്ടിരുന്ന കമ്പനിയാണത്. അതെന്താ, ആ 5, 6 കൊല്ലത്തേക്കുള്ള ഓർഡറുകൾ എടുത്ത് വെച്ചു, അത് ചെയ്തു കൊടുത്തില്ല. പിന്നെ ഓർഡറുകൾ എടുത്ത് ചെയ്തു കൊടുത്തില്ല. ലാഗിയും ഇതിന് മാനേജ്മെന്റ് കുറെ ലാഗിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി ഇരുന്ന് അത് ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യപ്പെടാതെ കിടന്ന് ഓർഡറുകൾ ക്യാൻസലായി അത്തരത്തിലെ കമ്പനി നാശത്തിലേക്ക് പോയി. 2007 നവംബറിൽ 1,40,650 കോടി വിപണി മൂല്യം ഉണ്ടായിരുന്ന ഒരു കമ്പനി 21,850 കോടിയിലേക്ക് കൂപ്പ് കുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആ കമ്പനിയുടെ മിസ്മാനേജ്മെന്റും ഇവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് മാത്രം മതി. ഈ 1,60,000 കോടിയുടെ വിപണി മൂല്യം ഉണ്ടായിരുന്ന കമ്പനി 21,850 കോടിയിലേക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റൊരു വിശദീകരണം ഈ കമ്പനിയുടെ കാര്യത്തിൽ ആവശ്യമില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നത്. കാരണം അത് തുടർച്ചയായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ലാഭം എടുത്തു, കിട്ടിയവര് അവരവരുടെ നേട്ടം എടുത്തു പറയാം. നമ്മൾ ഏഡേഴ്സ് കയറിയിട്ട് ട്രേഡ് ചെയ്തു, ഞാൻ 60 രൂപയ്ക്ക് വാങ്ങിയാൽ എനിക്ക് 60 രൂപ കിട്ടിയപ്പോൾ ലാഭമായി എന്ന് പറയുന്ന പോലെ എല്ലാവരും കയറി അവരവരുടെ ലാഭം എടുത്തുകൊണ്ട് പോയി. ആരും ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ആരും കൂടെ നിന്നില്ല എന്ന് പറയാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ച് കമ്പനി എല്ലാം വർക്ക് ചെയ്യുകയോ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുകയോ അത് മുന്നോട്ട് പോയില്ല. എല്ലാവരും അവരവരുടെ താൽക്കാലിക സ്ഥാനമാനങ്ങളും കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോയി. ആ മാനേജ്മെന്റിന്റെ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ കമ്പനി നശിച്ചു പോയിരുന്നു. ഇതിനകത്ത് പ്രതീക്ഷ നൽകി, ഈ കമ്പനിയിൽ പ്രതീക്ഷ നൽകപ്പെടുന്ന ഒരേ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോഴും പൊതുമേഖലാ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് അത് എപ്പോ വേണമെങ്കിലും ഗവൺമെന്റ് വിചാരിച്ചാൽ അതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഈ കമ്പനിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കഴിയുന്ന ഫണ്ടമെന്റൽ കാര്യം എന്ന് പറയുന്നത്. ഓർഡറുകൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ആ ഒരു ആർജവം, അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ആർജവം ഒരു മാനേജ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും അത് തീർച്ചയായിട്ടും ഉയരങ്ങൾ കീഴടക്കാവുന്ന ഒരു കമ്പനിയാണ് എന്ന്. ആ കമ്പനി ഇനിയും ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അത് ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഇല്ല, ഇനി പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെട്ടാൽ അത് വീണ്ടും തിരിച്ച് കയറി വരാൻ സാധ്യതയുള്ള കമ്പനിയാണെന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ചോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. നിലവിൽ 60-65 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് നല്ല രീതിയിൽ തകർന്നു പോയൊരു കമ്പനി കുറെ ഏതാണ്ട് 20 രൂപയോളം തിരിച്ച് കയറിയിട്ടുണ്ട്. അത് കുറെ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്, കുറച്ച് കാര്യങ്ങൾ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പൊ ആ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഇതാണ്. ഒന്ന്, പൊതുമേഖലാ കമ്പനിയാണ്, നവരത്ന കമ്പനിയിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ ഇത് ഒരുപക്ഷെ ഇത് കയറി വരാം, ഇത് നല്ല ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും ഗവൺമെന്റ് 80% ഓർഡർ ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ്. നിലവിൽ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. അന്ന് അത് ഈ പറഞ്ഞ പോലെ മുകളിൽ നിന്ന സമയത്ത് 2008 കാലഘട്ടത്തിൽ പീക്കിൽ നിൽക്കുമ്പോൾ അത് ഫേസ് വാല്യൂ 10 രൂപയായിരുന്നു. 52 വീക്ക് ആയി എന്ന് പറയുന്നത് 79 രൂപ 50 പൈസയാണ്. അതുപോലെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 30 രൂപ 60 പൈസയാണ്. ഈ 40 രൂപയുടെ ഡിഫറൻസ്, 30 രൂപ 60 പൈസ ടു 79 രൂപ, 80-നും 30-നും ഇടയിലായിട്ട് 50 രൂപ മൂവ്മെന്റിൽ അത് തിരിച്ച് ഈ ലോയിൽ നിന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ പോകുന്ന ആ ഒരു ട്രെൻഡിന്റെ ഏറ്റവും പീക്ക് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 30 രൂപയിൽ കയറി ഏറ്റവും ടോപ്പിലേക്ക് പോയി 50 രൂപയ്ക്ക് അടുത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, ഏറ്റവും മുകളിൽ തന്നെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്നിക്കലായാലും ഫണ്ടമെന്റലായാലും കാര്യങ്ങൾ റിസർച്ച് നടത്തുക, സ്വന്തം പഠനത്തിലൂടെ മാത്രം റിസർച്ച് നടത്തുക. നമ്മൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞതല്ല. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം, അതിൽ അത് അത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കണ്ടെത്തുക. അല്ലെങ്കിൽ ഈ ഷെയർ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇങ്ങനെയാണ്, ഇനി എന്തെങ്കിലും ആകാൻ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കയറാം. അത്തരം ന്യൂസുകൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ ഷെയറിനെ കുറിച്ച് പറഞ്ഞതാണ്. 1996 7 രൂപ 50 പൈസ ഉണ്ടായിരുന്ന കമ്പനി 2007 അത് ഹൈ 357 രൂപ ഹൈ കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2013 ആയപ്പോഴത്തേക്ക് തിരിച്ചത് വീണ്ടും 70 രൂപ ലോയിലേക്ക്, വീണ്ടും അത് 79 രൂപ ലോയിലേക്ക്, 2013 വീണ്ടും അത് 79 രൂപ ലോയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു കയറ്റം ഉണ്ടായി, വീണ്ടും അത്
ഇങ്ങനെ കയറി ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, പഠിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക്, അതിലൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുള്ളത് 3 തവണ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. 1000 തവണ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായത് 2001 മെയ് മാസം 31-ാം തീയതി 2:1 എന്ന നിലയിൽ 1000 സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായി. അതിനുശേഷമാണ് ഹൈ ഇട്ടത്. ഈ പറഞ്ഞ പോലെ 353 എന്ന ഹൈയിലേക്ക് അത് പോകുന്നത്, 357 എന്നുള്ള ഹൈയിലേക്ക് അത് പോകുന്നത്. ഒക്ടോബർ 3, 2011 വീണ്ടും ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായി. അത് 5:1 ആയിരുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടാവുന്നത് സെപ്റ്റംബർ 28, 2017 മൂന്നാമതോ അവസാനമായിട്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായത്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1.5:1, അതായത് 1:1 എന്ന നിലയിലാണ് അവസാനമായിട്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ 3 സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ ഈ കമ്പനി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റേറ്റ് ഇവിടെ താഴ്ന്നു വന്നു എന്ന് നമ്മൾ 353 ഷെയർ 30 രൂപയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവിടെ 3 സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ ഉണ്ട്, അതിന്റെ വാല്യൂ നമ്മൾ അവിടെ ക്രമീകരിക്കേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ 10 ഉള്ള ആളാണെങ്കിൽ അവിടെ കൂടുതൽ 5 കൈ വന്നിട്ടുണ്ടാവാം. അത്തരത്തില് 1 ഉള്ള വ്യക്തിക്ക് 5 കൂടുതൽ വന്നിട്ടുണ്ടാവാം. അവിടെ നിന്ന് പിന്നെ 2 കൂടുതൽ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ 1.5 വെച്ച് 1 കിട്ടിയിട്ടുണ്ടാവാം. ആ രീതിയിൽ ഉള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചാലും ആ ഷെയറിന്റെ വില വലിയ രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. അത് ഈ കമ്പനിയുടെ മിസ്മാനേജ്മെന്റ് കാരണം സംഭവിച്ചതാണ്. ഇതൊരു പെന്നി സ്റ്റോക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്രത്തോളം ഒരു പെന്നി സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നാളെ അഴിക്കൂടായില്ല എങ്കിൽ പോലും ഒരു കമ്പനി എന്ന നിലയിൽ അതിന് കയറി വരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെട്ട കമ്പനിയാണ്. നമ്മൾ അത്രത്തോളം ഉള്ള ഒരു കമ്പനിയെ ആളുകൾ വന്നിട്ട് പെനി സ്റ്റോക്ക് അല്ലേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അതിനെ കൂടി ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഒരു സീരീസ് തന്നെ ചെയ്യുന്നത്. അപ്പം കൊളാപ്സിംഗ് സ്റ്റോറീസിന്റെ ഈ സീരീസിലെ BHL ഉണ്ടായിരുന്നത്. കൊളാപ്സിംഗ് സ്റ്റോറീസിന്റെ അടുത്ത സീരീസ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.